വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ. നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ചർമ്മമുഴ വന്നു. ആ ഒരു വിഷമത്തിലായിരുന്നു ഇത്ര നാളായിട്ടും. ഒരു 3 ആഴ്ചയോളം നല്ല പോലെ ബുദ്ധിമുട്ടിലായിരുന്നു. നമ്മുടെ കല്യാണിക്കുട്ടിക്ക് നല്ല പോലെ തന്നെ വന്നു. നമ്മുടെ കുഞ്ഞൻ്റെ അത്രയ്ക്ക് തന്നെ ഇല്ലെങ്കിലും ഒരുവിധം നല്ലപോലെ വന്നു. അപ്പോൾ പഴുപ്പും പൊട്ടലൊക്കെ ആയി. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. സിൽവൺ ഡോക്ടറുടെ അതേ ഹോമിയോ മരുന്ന് തന്നെയാണ് ഞാൻ ചെയ്തത്. അതിനിപ്പോൾ ഒക്കെ മാറി, അവൾ തിന്നൊക്കെ തുടങ്ങി ഉഷാറായി. അതിൻ്റെ ഇടയിൽ ഞാനും അവളുടെ കയറ് തട്ടി വീണു. അങ്ങനെ എക്സ്റേ എടുക്കലും സ്കാനിങ്ങും ഒക്കെ ആയിരുന്നു. സർജറി തന്നെയാണ് പറഞ്ഞത്. കൈൻ്റെ മസിലിൽ ഒരു പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. സർജറി എന്തായാലും ഇപ്പോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആയുർവേദ മരുന്നുകൾ ഒക്കെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്ര നാൾ വീഡിയോ ചെയ്യാതിരുന്ന്. പലരും അന്വേഷിച്ച് എന്തുകൊണ്ടാണ് വീഡിയോ കാണുന്നില്ലല്ലോ, നമ്മുടെ പശുക്കളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തീറ്റയും വൈക്കോലും ഒക്കെ വയ്ക്കാനായിട്ട് ഇവിടെ സൗകര്യക്കുറവാണ്. കുഞ്ഞൊരു അറിയില്ലായിരുന്നു ഇവിടെ. അപ്പോൾ അത് മാറ്റി നമ്മുടെ പോർച്ചിലായിരുന്നു തീറ്റച്ചാക്കൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു. വൈക്കോലും തീറ്റയൊക്കെ വയ്ക്കാൻ നല്ല സൗകര്യമായി. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പശുക്കളുടെ കൂടെ, അല്ലെങ്കിൽ പശുക്കളെ വളർത്താൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് മാനസികമായും സാമ്പത്തികമായും ഒക്കെ കുറച്ചെങ്കിലും ഉന്നതി വന്നത്. അപ്പോൾ ഏറ്റവും വലിയ പണക്കാരായിരുന്നില്ല, എന്നാലും സാമ്പത്തികമായൊക്കെ നമുക്ക് വലിയ വിഷമങ്ങളില്ലാതെ ജീവിക്കാനൊക്കെ പറ്റണത് ഇവരുടെ കൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ. ഇന്നും ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ പശുക്കളോടുണ്ട്. ഇന്നും അവരെ വളർത്തിയിട്ട് തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കല്യാണക്കുട്ടി ഇതേക്ക് ഉഷാറായി, ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അമൃതേ വായാ ഇടുവാ ഇടിക്കണോക്കി അവിടെ വിട്ടേ അച്ഛനെ. അപ്പോൾ ഞാൻ കുട്ടിയുടെ കയറ് തട്ടി വീഴുന്നതിന് മുൻപ് തന്നെ എനിക്ക് ജലദോഷവും പനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വയ്യാത്ത ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണിക്കുട്ടിയുടെ കയറ് തട്ടി ഞാൻ മുട്ടുകുത്തി വീണു. പക്ഷേ മുട്ടുകുത്തിയാലും കൈ ആ പുല്ലുകൂടിൻ്റെ മൂലയിൽ ഇങ്ങനെ തടഞ്ഞിരുന്ന കൈ വല്ലാണ്ട് ബാക്കിലേക്ക് പോയി. അങ്ങനെയാണ് കൈയിന് ഭയങ്കരമായിട്ടുള്ളൊരു വേദനയും വിഷമമൊക്കെയായി. എവിടെ പോയാലും, ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയാലും ഒക്കെ ഇവരുടെ വിചാരമാണ് ഞാൻ ചെയ്താലേ അതൊക്കെ ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. എനിക്ക് ചേട്ടൻ നന്നായിട്ട് ശ്രദ്ധിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുമെന്നാലും എനിക്കെപ്പോഴും അവരുടെ അടുത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം, അവർക്ക് ദാഹിക്കുണ്ടാവോ, അവർക്ക് വിശക്കുണ്ടാവോ, ഫുൾ ടൈം അവരെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചിന്ത. അപ്പം അതുകൊണ്ട് തന്നെ സർജറീനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എനിക്ക് അത്രയും നാൾ ഇനി റെസ്റ്റ് എടുക്കണം, കുറേ നാൾ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ വേണ്ടി വരുള്ളൂ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഔഷധിയിൽ പോയി തൃശ്ശൂർ. അപ്പോൾ സാറ് മാറ്റി തരാം, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. കൈ പൊക്കാനാണ്, കൈ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് ജോലി ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. കറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ വീണിട്ടുള്ള ഒരാഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു, കറക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ദേവൂട്ടിനെ കറക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ദേവൂട്ടിനെ കറക്കാറുണ്ട് അപ്പോൾ തൊട്ട് തന്നെ. അപ്പോൾ കൈ മുട്ടുമ വെച്ചിട്ട് അങ്ങനെ, അപ്പോൾ കറവ് മെഷീൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം കൂടി ഞാനിപ്പോൾ ശരിക്കും അനുഭവിക്കുക തന്നെയാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും വാങ്ങണം. പിന്നെ പ്രഷർ വാഷർ വാങ്ങിയതാണ് ഇതിൽ ഏറ്റവും നന്നായത്. നമുക്ക് അടിച്ചു കഴുകാനും അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി അപ്പോൾ അത് വാങ്ങി. വലത് കൈൻ്റെ വേദന ഒന്ന് കുറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോൾ ഇടത് കൈക്ക് ഒരു വേദന വന്നത്. അങ്ങനെ ഇപ്പം ഇത്തിരി കുറവായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ സമയം പിടിക്കാം. മസിലിലൊക്കെ അങ്ങനെ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ എല്ലിൽ വരണോന്നല്ലാതെ കുറേ നാൾ ചെന്നാലാണ്. ഇപ്പോൾ എന്തായാലും പൂർണ്ണമായി കൈ പൊക്കാൻ, ഇപ്പോൾ ഇടത്ത് കൈയിനാണ് ഇപ്പോൾ വീണിട്ട് വന്നതെങ്കിലും വലത് കൈയിനും സിമിലർ അതേപോലെ തന്നെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് 21-22 കൊല്ലമായിട്ടാണ് നമ്മൾ ഈ ജോലികൾ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ റെസ്റ്റില്ലാത്ത ജോലി കാരണം നമ്മുടെ കൈക്കൊക്കെ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാവാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും പെട്ടെന്ന് നമുക്ക് ഈ ജോലിയൊന്നും നിർത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും പശുക്കളുടെ എണ്ണം കുറയ്ക്കണം എന്ന് തന്നെ വിചാരിക്കുകയാണ്. കുഞ്ഞോളയും ചക്കരനെയും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എണ്ണം കുറയ്ക്കണം. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടായത്. നമ്മുടെ ചെറിയ 2 കുഞ്ഞുങ്ങളും ഗർഭിണികളാണെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഗർഭിണിയാണോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും നമുക്കറിയാമല്ലോ കുട്ടികളെ കാണുമ്പോൾ തന്നെ. 2 കുട്ടികളും ഓരോ കുത്തിവെപ്പിൽ തന്നെ ഗർഭിണികളായിട്ടുണ്ട്. അപ്പോൾ വലിയോള് കിങ്ങിണി മോള്
കുഞ്ഞിപ്പെണ്ണ്, അമ്മൂട്ടി, ഇങ്ങനെ 4 ആൾ ഇപ്പോൾ ഗർഭിണികളാണ്. ചക്കരേനെ പിടിച്ചിട്ടില്ല എന്നാണ് തോന്നണത്. വീണ്ടും ചെറുതായിട്ടൊരു മതി വന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ശരിയായി വരികയാണെങ്കിൽ അവളെയും കുത്തിവെക്കണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ കുഞ്ഞോളൊക്കെ നല്ല പശുവാണ്, നല്ല പാലൊക്കെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും കൊടുക്കാതെ നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ ആ 2 കുട്ടികളും ബാക്കി അവരൊക്കെ പ്രസവിക്കാൻ തുടങ്ങുമ്പോഴേക്കും 2 ആളെ കൊടുത്താലേ നമുക്കൊരു സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിതപ്പും വായിൽ നിന്നൊക്കെ വെള്ളം വരലൊക്കെ കൂടുതലാണ്. ഇപ്പോൾ പ്രഷർ വാഷർ വാങ്ങിയ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് നനയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തീറ്റയ്ക്കുള്ള വില കൂടുതലും പാലിനുള്ള വില കുറവും ഒക്കെ കൂടി എല്ലാ കർഷകരും വിഷമത്തിലാണ്. എല്ലാവർക്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പറയാനായിട്ട് പശു വളർത്തലിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ഈ നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള നമുക്ക് പ്രതിഫലം മതിയിൽ നിന്ന് കിട്ടണില്ല എന്നുള്ളത് ഷുവറാണ്. നമ്മളെ സംബന്ധിച്ച് കായത്തൊലി ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട്. ഇപ്പോൾ കായത്തൊലി അവിടെ പണിയും കുറവാണ്, കായത്തൊലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്കാണെങ്കിൽ പുല്ല് കിട്ടാനും പാടത്ത് പുല്ലൊക്കെ ഉണ്ട്, പക്ഷെ നിറയെ പൂത്തുകൾ അഴിച്ചു വിട്ടിട്ടും പശുക്കളൊക്കെ ആയിട്ട് ആകെ ചവിട്ടി കൂട്ടി അവിടെ നിന്ന് പുല്ലരിഞ്ഞ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ പോകാനും പറ്റില്ല, കൈവേദനയായ കാരണം. ചേട്ടൻ തനിയാണ് പോണത്. അപ്പോൾ തീറ്റ നമ്മളിത്തിരി കയറ്റിയിട്ട് കൊടുക്കും. തീറ്റയുടെ ചിലവും ഒക്കെ കൂടി ആകുമ്പോൾ പശു വളർത്തൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ പറയണം നിർത്തണം, പശു വളർത്തൽ നിർത്താൻ പോവുകയാണെന്നൊക്കെയാണ്. ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല, എന്നാലും എല്ലാവരും അങ്ങനെ പറയും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായി രണ്ടും കൂടി ഒത്തുചേരാണ്ട് പോകുമ്പോഴൊക്കെ തോന്നും ഈ പണി നിർത്താറുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അവിൽത്തവിടും സുപ്രീമും പുഷ്ടിമയാണ് കൊടുക്കുക. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പുഷ്ടിമ കൊടുക്കാറുണ്ട്. പിന്നെ അവക്കാൾ ജെല്ലിൻ്റെ കാൽസ്യമാണ് കൊടുക്കാറ്. അപ്പോൾ പൊടിയല്ല കൊടുക്കാറ്, എപ്പോഴും ലിക്വിഡായിട്ട് 50 മില്ലി വീതം ദിവസവും അവർക്ക് കൊടുക്കും. പ്രസവിച്ച വഴിക്ക് 100 മില്ലി കൊടുക്കും. ഇപ്പോൾ നമ്മൾ 50 മില്ലി കൊടുക്കും. നമ്മുടെ കല്യാണിക്കുട്ടിക്ക് അടക്കം പുഷ്ടിമ കൊടുക്കണം. തീറ്റ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. കല്യാണിക്കുട്ടിയൊക്കെ കാത്ത് നിൽക്കുകയാണ് അവളുടെ തീറ്റ എപ്പോഴാണ് തരുന്നത്. മുൻപ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ലഹളകളാണ് ഇവിടെ. നമ്മുടെ കുഞ്ഞനും കല്യാണിക്കുട്ടിക്കൊക്കെ നല്ല തിരക്കായിട്ട് ആ തീറ്റ കൊടുക്കുന്ന സമയത്ത്. ചൂടുകാലത്തിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾക്ക് വായിൽ നിന്നൊക്കെ വെള്ളം വന്ന് എപ്പോഴും ഫാനിൻ്റെ അടിയിലൊക്കെയാണ് കിടക്കണത്. എന്നിരുന്നാലും അവൾക്ക് അപ്പോൾ ദിവസത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ പ്രഷർ വാഷർ വെച്ച് അവളെ ചെറിയ രീതിയിൽ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ നനച്ച് കഴിഞ്ഞാലാണ് അവൾ തീറ്റിയെടുക്കുള്ളൂ. അവൾക്ക് ചൂട് നല്ല പാല് കിട്ടുന്ന പശുവായതുകൊണ്ട് ദേവൂട്ടിക്ക് അതെ കുഞ്ഞുങ്ങൾക്ക് അതെ ചൂടിൻ്റേതായിട്ടുള്ള നല്ല പ്രശ്നമുണ്ട്. പിന്നെ ഒരു താഴത്തെ തൊഴുത്തിലാണ്, മുകളിലേക്ക് കെട്ടിയിട്ടില്ല. അവിടെ അത്തിരി കൂടിയും സൗകര്യത്തിൽ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞോളെ കൊടുക്കാമെന്ന് പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നല്ല വിഷമമുണ്ട് മനസ്സിന്. പക്ഷേ നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾ പ്രസവിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരൊക്കെ വിറ്റ് മാറ്റണം. അപ്പോൾ അവര് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പശുക്കളെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നമ്മൾ വിലയൊന്നും പറഞ്ഞ് ശരിയാക്കിയിട്ടില്ല. എന്തായാലും മഴ ഒന്ന് തുടങ്ങട്ടെ, ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കണ തീറ്റയ്ക്കനുസരിച്ച് ഇപ്പോഴും നല്ല പാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദേവുട്ടിക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.